കുരുമുളക് തളർച്ചയുടെ ദിനങ്ങൾക്ക് അവധി നൽകി തിരിച്ചുവരവിനുള്ള ആദ്യ ചുവടുവയ്പ് നടത്തി. കാലവർഷത്തെ വരവ് മുന്നിൽ കണ്ട് ഹൈറേഞ്ചിലെ കർഷകർ കരുതൽ ശേഖരത്തിലെ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറക്കുന്നു. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങൾ സർവേകാല റെക്കോർഡ് വിലയിലാണ്. ടയർ നിർമ്മാതാക്കൾ റബ്ബറിന് മേൽ കൂച്ചുവിലങ്ങിട്ടു. ആഭരണ കേന്ദ്രങ്ങളിൽ മഞ്ഞ ലോഹത്തിന് തിളക്കം മങ്ങി. മലബാർ കുരുമുളക് റെക്കോർഡ് നിലവാരത്തിൽ നിന്നുള്ള വില തകർച്ചയ്ക്ക് ശേഷം തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. ഏപ്രിലിൽ കുരുമുളക് തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് വില തകർച്ചയുടെ പിടിയിൽ അകപ്പെട്ടത്. ഒരു വിഭാഗം വ്യവസായികൾ നേരത്തെ വിദേശത്ത് നിന്നും എത്തിച്ച വില കുറഞ്ഞ ചരക്ക് വിറ്റഴിക്കാൻ നടത്തിയ നീക്കങ്ങൾ ആഭ്യന്തര മാർക്കറ്റിനെ പിടിച്ചുലച്ചു. 3 ആഴ്ച തുടർച്ചയായ വില ഇടിഞ്ഞതോടെ കർഷകരും സ്റ്റോക്കിസ്റ്റുകളും വിൽപ്പന ചുരുക്കിയത് വാരാവസാനം അനുകൂല തരംഗത്ത് അവസരം ഒരുക്കുന്നു. പുതിയ അധ്യയന വർഷാരംഭമായതിനാൽ പണത്തിന്റെ ഞെരുക്കം മുൻനിർത്തി ചെറുകിട കർഷകർ മുളകുമായി രംഗത്തെത്തിയാൽ അത് വിലക്കയറ്റത്തെ ചെറിയ തോതിൽ ബാധിക്കും. വിദേശ കുരുമുളക് നാടൻ ചരക്കുമായി കലർത്തി വിൽപ്പന നടത്തുന്നവർ താൽക്കാലികമായി രംഗത്ത് നിന്നും അകന്നത് വിപണിക്ക് അനുകൂലമാണ്. ആഗോള വിപണിയിൽ പുതിയ കുരുമുളക് വിറ്റഴിക്കാനുള്ള നീക്കത്തിലാണ് വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർ. അതേസമയം ഓഫ് സീസൺ ആയതിനാൽ ഉയർന്ന വിലയ്ക്ക് മുളക് വിറ്റുമാറാനാവുമെന്ന നിഗമനത്തിൽ ബ്രസീലും ഇന്തോനേഷ്യയും മലേഷ്യയും ശ്രീലങ്കയും വിൽപ്പനക്കാരായി രംഗത്തുണ്ട്. ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $8,400, ബ്രസീലിൽ $6,900, വിയറ്റ്നാമിൽ $7,100, ശ്രീലങ്ക $7,100, ഇന്തോനേഷ്യ $7,600 മുളക് വാഗ്ദാനം ചെയ്തു. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 70,500 രൂപയാണ്. അറബ് രാജ്യങ്ങൾ ബക്രീദ് ആവശ്യങ്ങൾക്കായി വാങ്ങൽ ശക്തമാക്കി. വിദേശ ഓർഡർ മുൻനിർത്തി കയറ്റുമതിക്കാർ വലിപ്പം കൂടി ഇനങ്ങളിൽ താൽപര്യം കാണിച്ചു. ഉത്തരേന്ത്യൻ വാങ്ങലുകാരും രംഗത്തുണ്ട്. ദക്ഷിണേന്ത്യൻ വിപണികളിൽ നാളികേരത്തിന് ശക്തമായ ഡിമാൻഡുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും കാലാവസ്ഥയിലുണ്ടായ മാറ്റം നാളികേര മേഖലയെ പിടിച്ചുലച്ചു. കഴിഞ്ഞ വർഷം കനത്ത പകൽ ചൂടിൽ വ്യാപകമായ തോതിൽ മച്ചിങ്ങ പൊഴിഞ്ഞത് നാളികേര ഉൽപാദനം കുറയാൻ ഇടയാക്കി. നിലവിലെ ചരക്ക് ക്ഷാമത്തിൽ നിന്നും രക്ഷ നേടാൻ കാലതാമസം നേരിടുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. കൊച്ചിയിൽ വെളിച്ചെണ്ണ റെക്കോർഡ് വിലയായ 27,400 രൂപയിലും കൊപ്ര 18,300 രൂപയിലുമാണ്. വെളിച്ചെണ്ണ ചൂടുപിടിച്ചതോടെ വൻകിട വ്യവസായികൾ പച്ചത്തേങ്ങ സംഭരണം ഊർജിതമാക്കി. താരിഫ് വിഷയത്തിൽ അമേരിക്കയും ചൈനയും ധാരണയിലായതോടെ ഏഷ്യൻ റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപകർ പിടിമുറക്കി. അനുകൂല വാർത്തകൾ ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് റബ്ബർ വിലകൾ ഉയർത്തി. ടാപ്പിംഗ് 1 മാസത്തേക്ക് നിർത്തിവെക്കാൻ അവർ നേരത്തെ തീരുമാനിച്ചെങ്കിലും വിൽപ്പന തരംഗം തിരിച്ചടിയായി. ബാങ്കോക്കിൽ റബ്ബർ കിലോയ്ക്ക് 209 രൂപയിൽ നിന്നും 203 രൂപയായി. സംസ്ഥാനത്തെ വിപണികളിൽ റബ്ബർ ഷീറ്റ് വരവ് ശക്തമല്ലെങ്കിലും കാലവർഷത്തിന്റെ വരവ് കണ്ട് ടയർ നിർമ്മാതാക്കൾ വില ഉയർത്താതെ ഷീറ്റ് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ്. RSS 4ാം ഗ്രേഡ് റബ്ബർ 19,700 രൂപയിലും ലാറ്റക്സ് 13,400 രൂപയിലും വിപണനം നടന്നു. ആഭരണ കേന്ദ്രങ്ങളിൽ പവന് 72,360 രൂപയിൽ നിന്നും 3,480 രൂപ ഇടിഞ്ഞ് 68,880 താഴ്ന്നെങ്കിലും വാരാന്ത്യം നിരക്ക് 69,760 രൂപയിലാണ്. 1 ഗ്രാമിന്റെ വില 9,045 നിന്നും 8,720 രൂപയായി. ന്യൂയോർക്കിൽ മഞ്ഞലോഹം ട്രോയ് ഔൺസിന് $3,328 നിന്നും $3,120 വരെ ഇടിഞ്ഞ ശേഷം 3,201 ക്ലോസിംഗ് നടന്നു.